ഹായ് ഫണ്ടഡേസ് എല്ലാവർക്കും ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത് നമ്മുടെ സീരീസിലെ ടോപ്പ് 10 സീരീസിലെ നമുക്ക് 5ാം സ്ഥാനത്തേക്ക് വന്നേക്കുന്ന ആൽഫ ക്യാപിറ്റലിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ നോക്കുന്നത്. ആൽഫ ക്യാപിറ്റലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2024-25 മിഡ് സ്റ്റാർട്ടിംഗ് ടൈം വരെ ഞാൻ അത്യാവശ്യം പേ ഔട്ട് എടുത്തേക്കുന്ന ഒരു കമ്പനി ആയിരുന്നു ആൽഫ ക്യാപിറ്റൽ. ആ ആൽഫ ക്യാപിറ്റലിന് കുറച്ച് നാളുകളായിട്ട് കുറച്ച് എന്താ പറയുക, കുറെ റിജക്ഷൻസ്, കുറച്ച് ഇന്റർവ്യൂസ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ്, അതൊക്കെ എങ്ങനെ നേരിടാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവരുടെ പ്ലാൻസ്, അതിനുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മെയിൻ ആയിട്ട് നോക്കുന്നത്. അതിന് നമുക്ക് ഇവർ എന്തെല്ലാം പ്ലാറ്റ്ഫോംസ് ഇവർ കൊടുക്കുന്നുണ്ടോ, ഇവർ DX ട്രേഡർ കൊടുക്കുന്നുണ്ട്, MT5 കൊടുക്കുന്നുണ്ട്, ട്രേഡ് ലോക്കർ കൊടുക്കുന്നുണ്ട്, അതുപോലെ സി ട്രേഡറും കൊടുക്കുന്നുണ്ട്. ഇനി ഇവരുടെ പ്ലാൻസ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ഇൻസ്റ്റന്റ് പ്ലാൻ ഒഴിച്ച് ബാക്കിയെല്ലാം ഒരുവിധം എല്ലാ പ്ലാൻസും ഉണ്ട് ഇവരുടെ. അതേപോലെ 1 സ്റ്റെപ്പ് ഉണ്ട്, 2 സ്റ്റെപ്പ് ഉണ്ട്, 3 സ്റ്റെപ്പ് ഉണ്ട്. അങ്ങനെ ആണ് അവരുടെ പ്ലാൻ വരുന്നത്. അതിൽ തന്നെ ആൽഫ 1 എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനും കൂടി വരുന്നുണ്ട്. 1 സ്റ്റെപ്പിലാണ് ആൽഫ 1 എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്നത്. നമുക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് ആദ്യം തന്നെ അനാലിസിസ് നോക്കാം. 5K വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഇൻസ്റ്റന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒട്ടുമിക്ക ആൾക്കാരും 5Kയിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അതെന്തായാലും ആ ഒരു പ്രൈസ് അത്രയും ഉള്ളത് കൊണ്ട് തന്നെ അത് കുറച്ച് ആ ഒരു പ്രൈസ് തന്നെ ആയിരിക്കും നല്ലത്. കാരണം $50 ആണ് ഇതിലേക്ക് വരുന്നത്. നോർമലി ആൽഫ ക്യാപിറ്റലിന്റെ ഒരു ഓഫറിന്റെ ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ ഓഫർ കൊടുക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഏകദേശം 15% ഡിസ്കൗണ്ട് ആയിരിക്കും ഒട്ടുമിക്ക സമയങ്ങളും കൊടുക്കുക. പിന്നെ ഒരു ഡിസംബർ ഒക്കെ ആകുമ്പോൾ, ക്രിസ്മസ് ടൈം ഒക്കെ ആകുമ്പോഴാണ് അവർ കുറച്ചും കൂടി നല്ല ഓഫർ, 30% ഓഫറിലേക്കൊക്കെ വരുന്നത്. ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് ആൽഫ ക്യാപിറ്റൽ ഓഫർ വളരെ കുറച്ചിട്ടുണ്ട്. നമുക്ക് 5Kയിലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലിവറേജ് നോക്കുകയാണെങ്കിൽ 1:30 ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയത് ടോപ്പ് ടയർ ആയിരുന്നു. അതിൽ ഏകദേശം 1 സ്റ്റെപ്പിന് 1:550 ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 1 സ്റ്റെപ്പ് എല്ലാ കമ്പനികളും 1:30, 1:50 മുകളിലേക്ക് പോകാറില്ല. സിം പ്രോഫിറ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഏകദേശം 10% വരുന്നത്. മറ്റു കമ്പനികളൊക്കെ 8% ആയിരുന്നു. മാക്സിമം സിം ഡ്രോ ഡൗൺ എന്ന് പറയുന്നത് ഏകദേശം 6%, ഡെയിലി ഡ്രോ ഡൗൺ 4% ആണ്. അത് നോർമലി എല്ലാ കമ്പനികളും ഉള്ള പോലെ തന്നെയാണ്. പ്രൈസ് 50 ആണ് വരുന്നത്. അതേപോലെ ഒരു 15% ഓഫർ, 15% ഓഫറും കൂടി കഴിയുമ്പോൾ ഒരു $10-47 നമുക്ക് എക്സ്പെൻസ് ആയിട്ട് വരുന്നത്. മറ്റു കമ്പനികളൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ഓഫർ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൽഫ ക്യാപിറ്റൽ ചൂസ് ചെയ്യാവുന്ന ഒന്നാണ്. അതേപോലെ 2 സ്റ്റെപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ 2 സ്റ്റെപ്പിൽ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് കൂടുതലുണ്ട്. നമുക്ക് ഏതെല്ലാമാണ് എടുക്കേണ്ടത്, അങ്ങനെയുള്ള ഇത്, നമുക്ക് എത്ര ഡ്രോ ഡൗൺ വേണം, ടാർഗറ്റ് വേണം, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അത് തന്നെ 6% അങ്ങനെ അധികം ആൾക്കാർ ചൂസ് ചെയ്യാത്ത ഒരു പ്ലാൻ ആയിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത്. നമ്മൾ 2 സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ എപ്പോഴും കമ്പാരിസൺ എപ്പോഴും നല്ലത്. നിങ്ങൾ എപ്പോഴും നിങ്ങളൊരു ഫണ്ടഡ് അക്കൗണ്ട് എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ എപ്പോഴും നിങ്ങളൊരു 25K എങ്കിലും സ്റ്റാർട്ടിങ് ചെയ്യണമെന്നാണ് ഒട്ടുമിക്ക ആൾക്കാരും പറയുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ഒന്നാമത് പുതുതായിട്ട് എടുക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഇതിന്റെ റൂൾസ്, അതിന്റെ സ്റ്റോപ്പ് ലോസ്, ഇതൊക്കെ കുറച്ച് കൺഫ്യൂഷൻസ് തുടക്കത്തിൽ ഉണ്ടാവും. അപ്പൊ സ്വാഭാവികം അങ്ങനെ കാര്യങ്ങളെല്ലാം പഠിച്ചു വരുമ്പോഴത്തേക്ക് നമ്മുടെ 5Kയുടെ അക്കൗണ്ട് ഒക്കെ നോർമലി അടിച്ചു പോയിട്ടുണ്ടാവും. അതുപോലെ 25K ഒക്കെയാണ് ഒരു നോർമലി സ്റ്റാറ്റിസ്റ്റിക് പ്രകാരം ഏറ്റവും കൂടുതൽ വിന്നിംഗ് റേഷ്യോ കൂടുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 25K ആണ്. ഏറ്റവും കൂടുതലുള്ളത് 100K ആണ് വിന്നിംഗ് റേഷ്യോ. എല്ലാ മിക്ക കമ്പനികളും ഇയർലി ഒക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട്. എത്ര ആൾക്കാർ വിൻ ചെയ്യുന്നു, എത്ര ആൾക്കാർ ലോസ് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതിൽ ഏറ്റവും കൂടുതൽ വിന്നിംഗ് റേഷ്യോ കൂടുതൽ കാണിക്കുന്നത് 25K ആണ്. അത് കഴിഞ്ഞിട്ട് വരുന്നത് 100K ആണ് വരുന്നത്. അതേപോലെ നമുക്ക് ഇപ്പോൾ 2 സ്റ്റെപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ 6%, 8% ആണ് നോർമലി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഇത് വരുന്നത്. അതിലേക്ക് നോക്കിയാൽ ലിവറേജ് 1:100 തന്നെ ഉണ്ട്. സിം ടാർഗറ്റ് 4000 ഉണ്ട്. മാക്സിമം ഡ്രോ ഡൗൺ 8%, അതായത് 4000 ആണ് വരുന്നത്. മാക്സിമം ഡെയിലി ഡ്രോ ഡൗൺ 4% വരുന്നുണ്ട്. മാക്സിമം സിം ട്രേഡിംഗ് ഡേറ്റ്സ് അൺലിമിറ്റഡ് ആണെന്ന് കാണിക്കുന്നുണ്ട്. അതേപോലെ 30 ദിവസത്തിൽ ഒരു ദിവസം ട്രേഡ് ചെയ്യുന്നത് ഇൻആക്റ്റീവ്ലി ഒരു പറയുന്നുണ്ട്. ആൽഫ പ്രോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ടാർഗറ്റ് 5%. ഇനി നമുക്ക് ഇവിടെ സിം ട്രേഡ് അലൗഡ് ആവുന്നതിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഇത് കൂടിയുണ്ട്, അക്കൗണ്ട് കൂടിയുണ്ട്. അതിന് ഏകദേശം $357 വരും. ലിവറേജ് 1:30 ഉണ്ടാകത്തുള്ളൂ. ടാർഗറ്റ് കുറച്ച് 5K ആണ് വരുന്നത്. നോർമലി അല്ല, ഇതിന്റെ പോലെ തന്നെ വരുന്നു. ഇനി നമ്മളിവിടെ പ്രൈസ് വെച്ചിട്ട് ഒരു കമ്പാരിസൺ 50Kയിലെ നമ്മൾ 8% വെച്ച് നോക്കുമ്പോൾ ഇവർക്ക് $357 ഉണ്ട്. ഏകദേശം 15% കൂടി കുറച്ച് കഴിയുമ്പോൾ നോർമലി ഉണ്ടാകാറുള്ള ഒരു ഇതാണ്. ഏകദേശം $15-20 കൂടി കുറയായിരിക്കും. അപ്പോൾ എങ്ങനെ വന്നാലും 300-330 എന്ന് പറയുന്ന പ്രൈസ് റേഞ്ചിൽ തന്നെ വരും. നമ്മുടെ ഫണ്ടർ നെക്സ്റ്റിന്റെ ഒക്കെ ഒരു പ്രൈസ് റേഞ്ച് സ്റ്റെല്ലർ ലൈറ്റിന്റെ അല്ല, സ്റ്റെല്ലറിന്റെ ഒക്കെ അക്കൗണ്ടിന്റെ ആ പ്രൈസ് റേഞ്ചിലാണ് ഇതിന്റെ ഇത് വരുന്നത്. അതുപോലെ തന്നെ സ്റ്റെപ്പ് ഓരോ പ്രൈസിന്റെ നമുക്ക് പ്ലാറ്റ്ഫോംസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ടേംസ് ആൻഡ് കണ്ടീഷൻ വളരെ കൃത്യമായിട്ട് തന്നെ അവർ നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ എനിക്ക് ഇവരുടെ നമ്മൾ ഹെൽപ്പ് സെന്ററിലേക്ക് FAQ നോക്കുമ്പോൾ ഒരു ഡീറ്റെയിൽ ആയിട്ട് തന്നെ മറ്റു കമ്പനികളെ പോലെ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ അവർ നല്ല ഇതിൽ എഴുതിയിട്ടുണ്ട്. നമുക്ക് എത്ര ട്രേഡിംഗ് ഡേയ്സ്, അവർ ബ്രോക്കർ ആണെന്നുള്ള ക്വസ്റ്റ്യൻ, അവർ ബ്രോക്കർ അല്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇൻആക്റ്റീവ് ഡേയ്സ് നിങ്ങൾ എന്തായാലും നോക്കിയിരിക്കാം. ഇറ്റ്സ് നോട്ട് ഇൻക്ലൂഡിംഗ് മന്ത്ലി കോമ്പറ്റീഷൻ അക്കൗണ്ട്സ്. ഓക്കെ, വിൽ ബി ലിമിറ്റഡ് 30 ഡേ ഇൻആക്റ്റീവ്. 30 ദിവസമാണ് ഇൻആക്റ്റീവ് പീരീഡ് വരുന്നത്. ഒരു ദിവസമെങ്കിലും നമ്മൾ ട്രേഡ് എടുക്കേണ്ടതായിട്ട് ഉണ്ട്.
ഫ്രീ റീടേക്ക് ചെയ്യുന്ന കാണിച്ച് പ്രോഹിബിറ്റഡ് ട്രേഡിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഗ്രിഡിങ്, അങ്ങനെ അതുപോലെയുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങൾ, റിവേഴ്സ് ട്രേഡ്, നമ്മൾ ഒരു സ്ഥലത്ത് സെൽ എടുക്കുക മറ്റൊരു സ്ഥലത്ത് ബൈ എടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ അലൗഡ് അല്ല. അതേപോലെ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. ഒട്ടുമിക്ക കമ്പനികൾ സ്റ്റോപ്പ് ലോസ് വെക്കണമെന്ന് നിർബന്ധിക്കാറില്ല. ആസെൻഡസ് ക്യാപിറ്റലാണ് അത്തരത്തിൽ ഞാൻ കണ്ടതായിട്ടുള്ളത്. കോപ്പി ട്രേഡ് അലൗഡ് ആണ്. അവരെ നമ്മുടെ ഓൺ അക്കൗണ്ട് തന്നെ ആയിരിക്കണം കോപ്പി ട്രേഡ് അലൗഡ് ആയിട്ട് വരുന്നത്. മറ്റ് കമ്പനികളും കോപ്പി ട്രേഡ് ചെയ്യാൻ അലൗഡ് ആണ്, പക്ഷെ അതിന്റെ റിസ്ക് ഫാക്ടർ നമ്മൾ തന്നെ നോക്കണം എന്നാണ് അവർ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. നമുക്ക് ജനറൽ കഴിഞ്ഞ് നമുക്ക് ഒന്നുകൂടി ഡീപ്പായിട്ട് ഡാഷ്ബോർഡിലേക്ക് വന്ന് അവരുടെ ക്രെഡൻഷ്യൽ എവിടെയാണ് വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഡാഷ്ബോർഡിൽ വരുന്നതിനെ കുറിച്ചൊക്കെയാണ്. അതിന് ഇവാലുവേഷനൊക്കെ തന്നെ നമുക്ക് ലോഡ് സൈസ് ലിമിറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. ദർ ഇസ് നോ മാക്സിമം ലോഡ് സൈസ് എന്നൊരു പ്രത്യേകം പറയുന്നുണ്ട്. റൂൾസ് ആൻഡ് നമ്മുടെ റൂൾസ് എല്ലാം അവരുടെ ബാക്ക് എൻഡിൽ ഡാഷ്ബോർഡിൽ ഉണ്ടാകും. അതേപോലെ നമുക്ക് പിന്നെ എടുത്തു നോക്കാനുള്ളത് ഇവാലുവേഷൻ നോക്കി ആൽഫ പ്ലാൻസ് നമുക്ക് നോക്കാം. ആൽഫ പ്ലാൻസ് നമുക്ക് 88% പ്ലാൻസിനെ കുറിച്ചൊക്കെ ഫേസ് 1ന്റെ 8%, പ്രോഫിറ്റ് ടാർഗറ്റ് 5% നമ്മൾ നേരത്തെ നോക്കിയതാണ്. പോയിന്റ് വരുമ്പോൾ പ്ലാൻ 10% വരുന്നത്. ഇവിടെ ലിവറേജ് നമുക്ക് നോക്കാം. FX 1:100, മെറ്റൽസ് 1:30 ഉള്ളൂ, ഇൻഡിക്കേറ്റേഴ്സിൽ 1:20 ഉള്ളൂ, ഓയിൽ 1:10 ഉള്ളൂ. ഇവർ ക്രിപ്റ്റോ കറൻസി അലൗഡ് അല്ല എന്നുള്ളത് നമ്മൾ ഇപ്പോൾ നോക്കിയപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചത്. അതേപോലെ മാക്സിമം ലോഡ് എക്സ്പോഷർ പ്രോ അക്കൗണ്ട് ഈസ് അഡ്ജസ്റ്റഡ് ബേസ്ഡ് അക്കൗണ്ട് സൈസ് ഫോളോ എന്ന് പറയുന്നത് ഏകദേശം 2.5 ലോട്ടൊക്കെയാണ് നമുക്ക് ആ ഒരു ഫോളോ ചെയ്യാനായിട്ട്. ലിവറേജിന്റെ കാര്യത്തിൽ അഡ്ജസ്റ്റ്മെന്റ് ചില സമയങ്ങളിൽ ഇവർ പറയാറുണ്ട്. അപ്പൊ അത് വളരെ ശ്രദ്ധിക്കുക. News trading during the major news event is allowed. Major news trading events is allowed within 2 minutes. ന്യൂസ് ട്രേഡിംഗ് അലൗഡ് ആണ്, പക്ഷെ 2 minute വിൻഡോ ഉണ്ട് രണ്ട് സൈഡ്. ഇപ്പോൾ 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ 5:58 നമ്മൾ ക്ലോസ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ 2:58 എൻട്രിയും കാര്യങ്ങളും എല്ലാം അതിന് ശേഷം 2 minutes കഴിഞ്ഞിട്ടായിരിക്കണം. വീക്കെൻഡ് ഹോൾഡിംഗ് ഫേസ് 1 to ഹോൾഡ് വീക്കെൻഡ് അലൗഡ് ആണ്. ഫേസ് 1ലും 2ലും വീക്കെൻഡ് ഹോൾഡിംഗ് അലൗഡ് ആണ്. ക്വാളിഫൈഡ് നമ്മുടെ ലൈവ് അക്കൗണ്ടിലേക്ക് വരുമ്പോൾ ഇവർ ആൽഫ പ്രോയിൽ നമുക്ക് ഹോൾഡിങ്സ് അലൗഡ് അല്ല. ആൽഫ സിംഗ് ആണ് നമ്മൾ അധികം അങ്ങനെ ശ്രദ്ധിക്കാതെ പോയേക്കുന്ന ഒരു അക്കൗണ്ട്. ഫേസ് 1 പ്രോഫിറ്റ് ടാർഗറ്റ് 2%, 5% വരുന്നു. മാക്സിമം ടോളം 10% വരുന്നുണ്ട്. മാക്സിമം ടോളം ബാലൻസ് ബേസ്ഡ് 5%. FX-ലെല്ലാം ഇവർ എക്സ്പോഷർ വളരെ കുറവായിട്ടാണ് കാണുന്നത്. കാരണം സിംഗ് അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ 1:30 ആണ് അവർ കൊടുക്കുന്നത്. മെറ്റൽസ് 1:9 കൊടുക്കുന്നുള്ളൂ. അതേപോലെ തന്നെ ലോഡ് സൈസിന്റെ അഡ്ജസ്റ്റ്മെന്റ് ആണ്. ന്യൂസിൻ്റെത് ന്യൂസ് ട്രേഡിംഗ് ഡ്യൂറിംഗ് മേജർ ന്യൂസ് ഇവന്റ് ഇസ് അലൗഡ്. നേരത്തെ പറഞ്ഞ പോലെ 2 minute ഹോൾഡിങ്സ് അവരുടെ ഒട്ടുമിക്ക പ്ലാൻസിലും വരുന്നുണ്ട്. അതേപോലെ phase 1 to holding trades the weekend allowed. Phase 1 is qualified account holding over the weekend is also അവർ ഈ സിംഗ് ട്രേഡ് തന്നെ അവർ പുതുതായിട്ട് കൊണ്ടുവന്ന് തന്നെ ആ ഒരു അലോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എന്താ ക്യാരി ഫോർവേഡ് വീക്കെൻഡിന്റെ ഒക്കെ സമയത്ത് ക്യാരി ഫോർവേഡ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് അവർ അത് കൊണ്ടുവന്നത്. നമ്മൾ ഫസ്റ്റ് നോക്കിയ ആൽഫ 1 സ്റ്റെപ്പിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് ടാർഗറ്റ് 10% ആണ് നമ്മൾ പറഞ്ഞത്. എക്സ്പോഷർ എല്ലാം ഒരു നോർമലി കൊടുക്കുന്ന അതാണ്. മാക്സിമം നമുക്ക് പോകാവുന്ന ലോഡ് സൈസിനെ കുറിച്ച് അവർ പറയുന്നുണ്ട് 50K 20 ലോട്ട് വരെയാണ് പോകാവുന്നത്. അതേപോലെ ന്യൂസ് ട്രേഡിംഗ് ഡ്യൂറിംഗ് മേജർ ന്യൂസ് ഇവന്റ് ഇസ് അലൗഡ്. ഇത് ഇവിടെ നമുക്കൊരു വ്യത്യാസമുണ്ട്. 5 minute വിൻഡോ ആണ് വരുന്നത് 1 എന്ന് പറയുന്ന പ്ലാനിൽ, അതായത് സിംഗിൾ ഫേസിൽ വരുന്നത്. Important notice: if you are 6 trailing maximum drawdown gets adjust the initial balance in that situation. Your account reaches 6%. You are always related to a profit buffer. Your account is want to continue trading in this scenario is profit just there will be return rate. ഓക്കെ നമുക്ക് ഇവിടെ ഒരു ട്രെയിലിംഗ് ഡ്രോഡൗൺ സെറ്റപ്പ് ആണ് ഈ ആൽഫയുടെ 1 എന്ന് പറയുന്ന പ്ലാനിൽ വരുന്നത്. ട്രെയിലിംഗ് ഡ്രോഡൗൺ ആകുമ്പോൾ നമ്മളിപ്പോൾ 6% പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് 6% പ്രോഫിറ്റ് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. അത് നമുക്ക് അവിടെ നമ്മുടെ അക്കൗണ്ട് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ അതിന്റെ മുകളിലേക്ക് ഒരു പ്രോഫിറ്റ്, ഒരു കുഷ്യൻ മോഡൽ ഫ്യൂച്ചേഴ്സിലൊക്കെ ഉള്ള പോലെ ഇപ്പോൾ 50 $6 $300 എന്നൊക്കെ പറയുന്നത് നമുക്ക് പ്രോഫിറ്റ് വിഡ്രോ ചെയ്യാൻ പറ്റും. പക്ഷെ ആ പ്രോഫിറ്റ് എടുക്കുന്ന സമയത്ത് ഈ ട്രെയിലിംഗ് ഡ്രോഡൗൺ ആയതുകൊണ്ട് തന്നെ അവിടെ ചെറിയൊരു നമ്മുടെ അക്കൗണ്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ 6% മുകളിലേക്കുള്ളത് നമ്മൾ എടുത്തെടുത്ത് പോകുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ആൽഫ 3 ആണ്. ആൽഫ 3 അത്രയും അധികം പേര് അങ്ങനെ ഉപയോഗിച്ചായിട്ട് കാണാറില്ല. നമുക്ക് തന്നെ നോക്കാം. പ്രോഫിറ്റ് 1 ഫേസിൽ 8%, പ്രോഫിറ്റ് 2-ൽ 4%. നമുക്ക് ഈ ഒരു അക്കൗണ്ടൊക്കെ എടുത്ത് നമ്മൾ ചെയ്യുന്നത് വളരെ ഒരു മണ്ടത്തരമായിരിക്കും. അതല്ലെങ്കിൽ പ്രോ പ്ലാനിന്റെ ഫസ്റ്റ് പ്ലാനൊക്കെ എടുത്ത് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത്. 3 പ്ലാനൊക്കെ നമുക്ക് ഇങ്ങനെ അത്രയും ക്ഷമയോടുകൂടി ഇരുന്ന് ട്രേഡൊക്കെ ചെയ്ത് പാസ്സൊക്കെ ആയി വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇനി ലൈവ് അക്കൗണ്ടിലേക്ക് വരുമ്പോൾ അവരുടെ പെർഫോമൻസ് അവരുടെ പെർഫോമൻസ് കൊടുക്കുന്നത് ഒന്ന് റൈസ് പേയ്മെന്റ് വഴിയാണ്, പിന്നെ ഒന്ന് വൈസ് വഴിയാണ്, പിന്നെ ACH പേയ്മെന്റ് വഴി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വഴിയാണ് അവർ കൊടുക്കുന്നത്. വി ഡു നോട്ട് ഫെസിലിറ്റി
അവർ ക്രിപ്റ്റോ വഴിയുള്ള പേയ്മെന്റ് കൊടുക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അതുപോലെ ലൈവ് അക്കൗണ്ടിൽ ന്യൂസ് സമയത്ത് ട്രേഡ് ചെയ്യാമോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡ്യൂറിങ് ദ യു ക്യാൻ ട്രേഡ് ഫ്രീലി ഓൾ ന്യൂസ് ടൈമിൽ ചെയ്യാമെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ നോക്കിയതാണ് ആ ഒരു ഇത്. 2 മിനിറ്റ് വിൻഡോ, അതുപോലെ തന്നെ ആൽഫ പ്രോയിൽ 2 മിനിറ്റ് വിൻഡോ, അങ്ങനെ ആൽഫ 1 മാത്രമാണ് 5 മിനിറ്റ് കണ്ടത്. ആൽഫ 3 പ്ലാനിൽ 5 മിനിറ്റിന് ശേഷമുള്ള സിംഗ് പ്ലാനിൽ 2 മിനിറ്റ് തന്നെയാണ്. അതേപോലെ തന്നെ ഏതൊക്കെ ഇൻസ്ട്രുമെന്റ്സിൽ ഏതൊക്കെ സമയത്താണ് ഏറ്റവും നല്ല ഹൈ ബാക്ക് ന്യൂസുകളെ കുറിച്ചൊക്കെ ഒരു മാക്രോ എക്കണോമിക്സ് ഇവന്റ്സ് ഒക്കെ ഇതിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരൊരു പ്രത്യേകത എന്ന് വെച്ചാൽ റിസ്ക് മാനേജ്മെന്റ് വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. ഇവർ 2024 കണ്ട പോലെ അല്ലെങ്കിൽ 2025 പകുതി ഭാഗത്ത് എത്തിയോടുകൂടി ഒരു റിസ്കിൽ കുറെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഒരു 1% നമുക്കൊരു മെയിൽ വരും നമ്മൾ ലൈവ് അക്കൗണ്ട് അതിന് ശേഷം നമ്മൾ ഓവർ ലിമിറ്റ് ഒക്കെ എടുത്തിട്ടാണ് ട്രേഡ് ചെയ്ത് ആണ് പാസ്സാക്കി എടുത്തതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മെയിൽ വരും. ആ മെയിൽ വരുന്ന സമയത്ത് 2% റിസ്ക് എടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ 1% റിസ്ക് എടുക്കുക. അത് ഓരോരുത്തരുടെ ഇത് നോക്കിയിട്ടാണ് അവർ കൊടുക്കാറ്. അപ്പൊ അത് വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക. അതേപോലെ തന്നെ ഇവർക്ക് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ഒരു കാര്യം, ഇന്റർവ്യൂ കുറച്ച് ആൾക്കാരെ വിളിക്കുന്നതായിട്ട് കണ്ടു. അപ്പൊ ഇതേപോലെ നമ്മുടെ ഒരു സുഹൃത്തിനും നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരു മെമ്പർക്കും ഇതേപോലെ തന്നെ ഇന്റർവ്യൂ വന്നു. ഇന്റർവ്യൂ ഞാൻ അപ്പോൾ ആളോട് സംസാരിച്ചു, എന്നോട് വിളിച്ചത്. അപ്പൊ ഇന്റർവ്യൂസ് മറ്റു കമ്പനികളെ കുറിച്ചുള്ള ഡീറ്റെയിൽ ഉള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. അപ്പൊ ഇന്റർവ്യൂ എന്തായിരുന്നു എന്ന് ഞാൻ അതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചു വെച്ചപ്പോൾ ആൾ പറഞ്ഞു വളരെ സിമ്പിൾ ആയിട്ട് തന്നെയുള്ള ഒരു ഇന്റർവ്യൂ ആയിരുന്നു. അത് വെറുതെ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെയാണോ ചെയ്യുന്നത്, നമ്മൾ IP അഡ്രസ്സ് എന്താണ് യൂസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ട്രാക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ആ ഒരു ഇന്റർവ്യൂവിനെ വിളിക്കുന്നത്. അല്ല നിങ്ങൾ പേടിച്ച് ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് സ്വന്തമായിട്ട് തന്നെയാണ് ട്രേഡ് കഴിവുണ്ടോ, അതേപോലെ തന്നെ അവർ ട്രേഡിംഗ് വ്യൂ എടുക്കാൻ പറഞ്ഞു. അതേപോലെ തന്നെ മറ്റൊന്ന് അവർ പറഞ്ഞത് ഏതിലാണ് ചെയ്യുന്നത്, എന്താണ് സ്ട്രാറ്റജി, ഇത്രയും കാര്യങ്ങൾ ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. നമ്മൾ അദ്ദേഹം ഇംഗ്ലീഷാണ്, അദ്ദേഹത്തിന് അധികം നമ്മുടെ മലയാളിയായിരുന്നു. ആൾക്ക് അത്ര ഇംഗ്ലീഷ് വശമില്ലായിരുന്നെങ്കിൽ കൂടി ട്രേഡിംഗ് വ്യൂവിലും മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. 1 ടിപ്പ് മൂവ് എത്ര, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചത്. അപ്പൊ ഇന്റർവ്യൂ ഉണ്ട്. ഇവരിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന കുറെ റിവ്യൂസിൽ കണ്ടത് ഒത്തിരി ഇന്റർവ്യൂസ് ഉണ്ടെന്നാണ് കണ്ടത്. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കാം. പെർഫോമൻസ് ഫീ ബൈ വീക്ക്ലിമെന്റ്, അത് ഓൺ ഡിമാൻഡും ഉണ്ട്. അതുപോലെ തന്നെ സിംഗ് ട്രേഡിങ്ങിന് മാനേജ്മെന്റിന്റെ ഒരു റിസ്ക് മാനേജ്മെന്റ് ടീമിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് ഡീറ്റെയിൽ പറയുന്നുണ്ട്. കൺസിസ്റ്റന്റ്ലി ലോസിങ് റിസ്കിങ് 2% മോർ സിംഗിൾ ട്രേഡ് ഓർ സീക്കിങ് 2% റിസ്ക് ആണ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് ആ 2% കൺസിസ്റ്റന്റ് ആയിട്ട് ലോസ് ആവുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് അവർ ക്ലോസ് ചെയ്യും അവരുടെ ട്രേഡ് പ്രത്യേകം പറയുന്നുണ്ട്. പെർഫോമൻസ് ഓൺ ഡിമാൻഡ്, പെർഫോമൻസ് ബൈ വീക്ക്ലി, ന്യൂസ് മെർച്ചിങ് അക്കൗണ്ട്സ്, ബോണസിനെ കുറിച്ച് പറയുന്നത് അവർ 4ാമത്തെ എന്തോ അക്കൗണ്ടിലാണ്, പേ ഔട്ടിലാണ് അവർ കൊടുക്കുന്നത്. ഇപ്പൊ ഒട്ടുമിക്ക കമ്പനികളും പെർഫോമൻസ് ഫീ തിരിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ 4ാമത്തെ പേ ഔട്ട്, 5ാമത്തെ പേ ഔട്ട് അങ്ങനെയെല്ലാം ആക്കിയിട്ടുണ്ട്. പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നില്ല. നമ്മൾ ഫസ്റ്റ് വിൻ ചെയ്ത സമയം തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് തന്നെ അക്കൗണ്ട് കിട്ടുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഇനി നമുക്ക് ഇവരുടെ പേ ഔട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇവർ അത്യാവശ്യം നല്ല പേ ഔട്ട് കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ജസ്റ്റ് വന്നു കഴിഞ്ഞാൽ, പേ ഔട്ട് ജംഗ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇവർ ഏകദേശം ഇതിൽ ഫ്യൂച്ചേഴ്സിന്റെ ഫെയിം വന്നിട്ടുണ്ട്. CFD മൊത്തം കമ്പയർ ചെയ്യുമ്പോൾ ഫണ്ട് നെക്സ്റ്റ് ഫസ്റ്റ്, ഫണ്ട് ബിപ്സ് സെക്കൻഡ്, ആൽഫ 3 3ാം സ്ഥാനത്താണ് ആൽഫ ക്യാപിറ്റൽ വരുന്നത്. അതിന് തൊട്ട് താഴെയാണ് 24 അവറിന്റെ കമ്പാരിസൺ വരുമ്പോൾ തൊട്ട് താഴെയാണ് ഫയേഴ്സ് വരുന്നത്. ഇനി 7 ഡേയ്സിലേക്ക് ഒന്ന് മാറ്റി നോക്കുമ്പോൾ ഫണ്ട് നെക്സ്റ്റ് ഫസ്റ്റ് വരുന്നു, ഫിപ്സ് സെക്കൻഡ് വരുന്നു, മൈ ഫണ്ട് ഫ്യൂച്ചർ ആയതുകൊണ്ട് എടുക്കേണ്ട, ഫണ്ട് ടിക്സ് 1 2. അതേപോലെ തന്നെ 4ാം സ്ഥാനത്താണ് ഫയേഴ്സ് വരുന്നത്. 5ാം സ്ഥാനത്ത് 7 ദിവസത്തെ കമ്പാരിസൺ വെച്ച് നോക്കുമ്പോൾ ആൽഫ ക്യാപിറ്റൽ 5ാം സ്ഥാനത്താണ് വരുന്നത്. അതേപോലെ തന്നെ നമ്പർ ഓഫ് പേ ഔട്ട്, എപ്പോഴും പേ ഔട്ടിന്റെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നമ്പർ ഓഫ് പേ ഔട്ട് ശ്രദ്ധിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. പേ ഔട്ടിന്റെ എണ്ണം കുറയുകയും ഇവിടെ എമൗണ്ട് കൂടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവർ കുറച്ച് നല്ല വലിയ പേ ഔട്ടുകൾ മാത്രമേ, അല്ലെങ്കിൽ ഏതെങ്കിലും യൂട്യൂബേഴ്സിന്റെ ഒക്കെ പേ ഔട്ട് മാത്രമേ കൊടുക്കുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം 1000ഓളം പേര്, 50ഓളം പേര്, 150 മുകളിലൊക്കെ നല്ല രീതിയിൽ പേ ഔട്ട് ഉണ്ട്. നമ്മൾ 30 ദിവസത്തെ ടോട്ടൽ പേ ഔട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ CFDയിൽ ഏറ്റവും ഫസ്റ്റ് വന്നത് ഫണ്ട് നെക്സ്റ്റ് ആണ്. തൊട്ട് താഴെ ഫണ്ട് ബിപ്സ്, അതിനുശേഷം ഫണ്ട് ടിക്സ് കൂട്ടേണ്ട ഫയേഴ്സ് 1 2 4ാം സ്ഥാനത്തേക്കാണ് കയറി വന്നേക്കുന്നത്. 4ാം സ്ഥാനത്താണ് 30 ഡേയിൽ വരുമ്പോൾ പേ ഔട്ടിന്റെ ഇതിൽ വന്നേക്കുന്നത്. ഇനി നമുക്ക് ഇവരുടെ റിവ്യൂസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല റിവ്യൂ വന്നിട്ടുണ്ട്. 4.6 റിവ്യൂ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന റിവ്യൂസ്, എപ്പോഴും നമ്മൾ ഒരു അക്കൗണ്ട് എടുക്കുന്നതിന് മുമ്പ് അവരുടെ മെയിൻ ആയിട്ടുള്ള ഇഷ്യൂസ് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ട്രസ്റ്റ് പൈലറ്റും അതുപോലെ ഇവരുടെ ഡിസ്കോഡ് ഗ്രൂപ്പിലും നമുക്ക് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തിട്ട് അവിടെ എന്തൊക്കെ വിഷയങ്ങൾ, പേ ഔട്ട് റിജക്ഷൻസ് ഉണ്ടോ, അങ്ങനെ പേ ഔട്ട് റിജക്ഷൻ ഉണ്ടെങ്കിൽ പരമാവധി ആളുകൾ ഒരു 1 വീക്ക് 2 വീക്ക് വരെയൊക്കെ മിണ്ടാതിരിക്കും. അത് കഴിഞ്ഞ് അവർക്ക് ഫ്രസ്ട്രേറ്റഡ് ആവും. അപ്പൊ അവർ സ്വാഭാവികമായിട്ടും നെഗറ്റീവ് കാര്യങ്ങളൊക്കെ പറയും. അപ്പൊ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം ആ കമ്പനി കുറച്ച് ട്രബിളിലേക്ക് വന്നുകൊണ്ടിരിക്കുക എന്നുള്ളത് മനസ്സിലാക്കാം. എപ്പോഴും നമ്മൾ ഡിസ്കോഡ് പോലുള്ള കമ്മ്യൂണിറ്റിയിൽ ആക്റ്റീവ് ആയിട്ടിരിക്കുക. നമുക്ക് ജോയിൻ ചെയ്യുന്നതിന് വേറെ പ്രത്യേകിച്ച് നമുക്ക് അക്കൗണ്ട് വേണം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അവർ ഓപ്പൺ ആയിട്ടുള്ള ജനറൽ ചാറ്റ് മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ എല്ലാവരും എല്ലാ കമ്പനികളുടെയും ഡിസ്കോഡിൽ നിന്നാണ് നമുക്ക് പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കണം. withdrawal delay another for the 2 months have been withdraw without reason.
ഒരു പേ ഔട്ട് വിഡ്രോ ചെയ്യാൻ പറ്റുന്നില്ല എന്നതിനെ കുറിച്ചിട്ടാണ് ഇതിനെ ഫസ്റ്റ് പേ ഔട്ടിന്റെ റിജക്ഷൻസ് 2 ദിവസമായിട്ട് കൂടുതലായിട്ട് വരുന്നുണ്ട്. ബട്ട് അറേഞ്ച് വാട്സ്ആപ്പ് കോൾ ടു സോൾവ് മൈ പ്രോബ്ലം. റിവ്യൂ ഒക്കെ ഒരു റിമൂവ് ചെയ്യുന്നുണ്ട്, സ്ലിപ്പേജ് ഉണ്ട്, അതിനുള്ള ഇഷ്യൂസ് ഉണ്ടെന്ന് വേണം ആൽഫ ക്യാപിറ്റലിന്റെ ഇപ്പോൾ ഉള്ള ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ. ഞാൻ കുറച്ച് നാളുകൾ ഞാൻ പറഞ്ഞിരുന്നു അത്യാവശ്യം നല്ല ഒരു പേ ഔട്ട് ആൽഫ ക്യാപിറ്റലിൽ തന്നെ കിട്ടിയിരുന്നു. അത്യാവശ്യം 2023 ടു 2024 വരെയാണ് എനിക്ക് അത്യാവശ്യം നല്ല പേ ഔട്ട് ഇടുന്നത്. 2025 ഞാൻ ആ ഒരു ഇതിലേക്ക് ആൽഫയിലേക്ക് എടുത്തിട്ടില്ല, അക്കൗണ്ട് കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. ഇത്രയും കാര്യങ്ങളാണ് ആൽഫയെ കുറിച്ച് പറയാനുള്ളത്. ആൽഫയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഒരു ഫേമാണ്. ഈ അടുത്ത ദിവസങ്ങളായിട്ട് കുറച്ച് ഇന്റർവ്യൂ കാര്യങ്ങൾ വന്നിട്ടുണ്ട്, പക്ഷെ അത്ര പേടിക്കാനുള്ള സംഭവങ്ങളും ഒന്നുമില്ല. പേ ഔട്ട് റിജക്ഷനും നമ്മളിപ്പോൾ നോക്കിയപ്പോൾ തന്നെ നമ്മൾ കണ്ടു. റീസെന്റ് ആയിട്ട് തന്നെ അത്യാവശ്യം പേ ഔട്ടിനെ കുറിച്ചൊക്കെ നല്ല ഇത് വരുന്നുണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് മാത്രം അക്കൗണ്ട് എടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾ നമ്മുടെ വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. മറ്റേ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ ഫെയിംസിനെ കുറിച്ചൊക്കെ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ പുതിയതായിട്ട് വന്നേക്കുന്ന അവരെ കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നമുക്ക് ഒരു റിവ്യൂ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം.